നമ്മളിപ്പോൾ ഉള്ളത് മുനമ്പത്തെ സമരപന്തലിൽ നിന്ന് ഫിലിപ്പേട്ടനോടൊപ്പമാണ്. ഫിലിപ്പേട്ടൻ്റെ ബാക്കി സമരപന്തലിലേക്ക് വരാനും സമരവുമായിട്ട് ബന്ധപ്പെട്ടും ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചിരുന്ന ഈ ഒരു ചുറ്റുപാടിൽ നിന്ന് പെട്ടെന്നുണ്ടായ ഈ ഒരു അന്തരീക്ഷത്തിന്റെ മാറ്റങ്ങളെ കുറിച്ച്. എൻ്റെ പേര് ഫിലിപ്പ്. ഞാൻ ഈ കാണുന്ന വേളാങ്കണ്ണി പള്ളി ഇടവകാംഗമാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ്. എനിക്ക് 51 വയസ്സായി. എൻ്റെ പൂർവികർ, ഞാൻ ശരിക്കും 5ാം തലമുറയാണ്. എൻ്റെ ഫാമിലിയുടെ 5th ജനറേഷനാണ് ഞാനൊരു പ്രവാസിയാണ്. ഞാൻ 24 വർഷമായിട്ട് ഒരു പ്രവാസ ജീവിതം ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 3.5 മാസമായിട്ട് സജീവമായിട്ട് ഈ സമരത്തിൻ്റെ സജീവ സാന്നിധ്യമായിട്ട് പങ്കെടുത്തിട്ടിരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ജോലി പോലും മാറ്റിവെച്ചിട്ട് വന്നത്. ഞാൻ നല്ലൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ വീടോളം വരില്ലല്ലോ ജോലിയുടെ. അപ്പം നമ്മൾ വീടിനെ സംരക്ഷിക്കുക, നാടിനെ സംരക്ഷിക്കുക, അതൊരു ദൗത്യമായിട്ട് ഈ 610 കുടുംബങ്ങളുടെ കൂടെ ഞാനും എൻ്റെ ഒരു കുടുംബവും ഉൾക്കൊണ്ടേക്കണം. ഞാനും അതിൽ ഇങ്ങനെ സജീവമായിട്ട് പങ്കിട്ട് പോവുകയാണ്. അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഞാൻ 5ാം തലമുറയാണ്. അപ്പൊ നമ്മൾ ഈ മുൻപത്തി ഇപ്പൊ ഉണ്ടായ ഇന്നലത്തെ നിങ്ങളെ സമരപന്തലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. ആദ്യം അമ്മ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ. ചേട്ടന് ഇതിലേക്ക് മുന്നിട്ട് വരാനുണ്ടായ ഒരു കാര്യം, ഇതിലേക്ക് മുന്നിട്ട് വരാനുണ്ടായ കാര്യം, ഇതിന്റെ ശരിക്കും ഒരു സമരമുറകളിൽ ആദ്യത്തെ സമരം, ഒരു ശ്രദ്ധ നേടുന്ന സമരം വഞ്ചി സ്ക്വയറിൽ നടന്ന ഒരു സമരമാണ്. ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഞാൻ ആ സമരത്തിന്റെ ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിലും ഞാൻ അതിൽ സജീവമായിട്ട് ഞാൻ പങ്കെടുത്തിരുന്നില്ല. അതിന് ഞാൻ പോയില്ല. പക്ഷെ അന്ന് വൈകിട്ട് ഒരു കാര്യം നടന്നത് ഞാൻ അറിഞ്ഞു. അതാണ് എനിക്ക് എൻ്റെ മനസ്സ്, എൻ്റെ ജോലി പോലും വേണ്ട, ഈ ഇതിൽ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീട് നഷ്ടപ്പെടും. കാരണം അന്നൊരു ട്രാപ്പിംഗ് പോലെ ട്രാപ്പ് പോലെ ഞങ്ങൾക്ക് തോന്നി. ഇങ്ങനെ ഇതിനിടയിൽ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ടല്ലോ എന്ന് എനിക്കൊരു കാര്യം മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയാണ് ഞാൻ പിറ്റേ ദിവസം വന്ന് കാരണം നമ്മൾ വഞ്ചി സ്ക്വയറിലെ സമരം ഞങ്ങൾ ചെയ്തെങ്കിലും അതിൻ്റെ പിന്നിൽ കുറേ ഗൂഢലക്ഷ്യങ്ങളോടുള്ള വേറെ പല ആൾക്കാർ അത് മുതലെടുത്തെന്നുള്ളതാണ്. പിന്നീടാണ് ഞങ്ങൾക്ക് തോന്നിയത്, ഞങ്ങളുടെ നാട്ടുകാരെല്ലാവർക്കും സാധാരണക്കാരൻ. ഞാനൊരു പ്രവാസം, ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒരു സാധാരണക്കാരനായിരുന്നു. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ദൈവം നല്ലൊരു ജോലി തന്നു. ഞാൻ പോകാനൊരുങ്ങി. എൻ്റെ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയുടെ മകനായിരുന്നു ഞാൻ. പോകാൻ പറ്റി. ഞാൻ ജോലിയിലാണ്. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു ജീവിതം തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്ന് എൻ്റെ നാടിനെ ഒരു കെണിയിൽപ്പെടുത്തി എൻ്റെ നാട്ടുകാരെ ഞങ്ങളെല്ലാവരും പറ്റിക്കാനായിട്ട് ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഈ സമരത്തിൽ ഇറങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും ചെറിയൊരു കൂട്ടായ്മ ഉണ്ടാക്കി. പലരും അപ്പോഴും ആർക്കും ഈ വഖഫ് ബോർഡ് എന്താണെന്നും വഖഫ് ബോർഡിന്റെ എന്താണ് ഇതിന്റെ ആർക്കും അറിയില്ല. എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ഒരാളുടെ പ്രയത്നമല്ല, കുറെ ആൾക്കാരുണ്ട് അതിൽ. ശരിക്കും ഞങ്ങൾക്ക് ഏറ്റവും ഒരു മിറക്കിൾ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്ന ബെസ്റ്റ് ഐഡിയാസ് ഉണ്ടല്ലോ, അത് സാധാരണക്കാരന് നോട്ട് ഈവൻ സ്കൂളിൽ പോകാത്ത ആൾക്കാരില്ല. അവർ തരുന്ന, ചേട്ടാ മോനെ എടാ നീ ഇങ്ങനെ ചെയ്ത, ചേട്ടാ നമുക്ക് ഇങ്ങനെ പോയാൽ നമുക്ക് അങ്ങനെ എല്ലാവരും ഒരു കൂട്ടായ തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ ഒരു സമരം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു പന്തലിൽ സമരം ചെയ്യാം. അത് ഞങ്ങൾ ശരിക്കും അപ്പോൾ പറഞ്ഞു പുറത്ത് സമരം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്കൊരു കാര്യം, ഞങ്ങൾക്ക് പള്ളിക്കകത്തേക്ക് കയറി സമരം ചെയ്യാം. അപ്പോൾ പള്ളിയുടെ അച്ഛനും ഞങ്ങളോട് സജീവമായിട്ട്, അച്ഛൻ ശരിക്കും ഞങ്ങളുടെ ഈസ് അവർ ബാക്ക് ബോൺ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പള്ളിയുടെ മുമ്പിൽ സമരപന്തൽ കെട്ടാന്നുള്ളൊരിത്. അപ്പം ആദ്യത്തെ സമരത്തിൻ്റെ ദിവസം 2 പേരാണ് സമരത്തിനിരുന്നത്. ഞങ്ങളുടെ കൺവീനർ ബെന്നിയും വേറൊരു ബെന്നി ചേട്ടനുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ടാകേണ്ടതാണ്. അദ്ദേഹം ബോട്ടിൽ പോയേക്കണ കാരണം ഇവർ 2 പേരും ഞങ്ങളൊരു 3-4 പേരും കൂടി വന്നപ്പോൾ ആരും പോകാനാണ്. പക്ഷെ 2ാം ദിവസം ഞാനും എൻ്റെ വൈഫും കൂടി ഇരുന്നു. ആരുമില്ല, ആർക്കും അങ്ങനെ നിരാഹാരം ചെയ്തൊന്നും ഇതില്ല. അന്നൊരു നിങ്ങൾ ആലോചിക്കുന്നു, സെക്കൻഡ് ഡേ സമരം തുടങ്ങിയപ്പോൾ ഞങ്ങൾ 3-4 പേര് സമരപന്തലിരിക്കുന്നു. പെട്ടെന്നൊരു 3-4 ടെമ്പോ ട്രാവലർ നിറച്ച ആൾക്കാർ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. എവിടെയാണ്? അപ്പം ഞങ്ങളിങ്ങനെ ചെറിയൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സമരം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ TV-യിലൊക്കെ ന്യൂസൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മുനമ്പം ഭൂസമരം. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് വഞ്ചി സ്ക്വയറിലെ സമരം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ട്രെൻഡ് നിൽപ്പുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് സമരം? അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരാണ്? അപ്പോഴാണ് അവർ പൂഞ്ഞാറെന്ന് വന്നേക്കും. പൂഞ്ഞാറ് ഇടവകക്കാരാണ്. അവരൊരു 5 ടെമ്പോ ട്രാവലർ നിറച്ച ആൾക്കാർ വന്ന് ഞങ്ങളുടെ കൂടെ അവരന്ന് കയറിയങ്ങാണ്ട് സമരത്തിനിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഇത് ഇന്ന് നിങ്ങൾക്കാണെങ്കിൽ അടുത്തത് ഞങ്ങൾക്കാണ്, അത് ഞങ്ങൾ മനസ്സിലാക്കും. നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഈ മാതാവിന്റെ സാന്നിധ്യമാണ്.
പിന്നീട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഞങ്ങൾ പോലും വിശ്വസിക്കാൻ 3 പേര് സമരമായിട്ട് തുടങ്ങിയത് 4-ാം ദിവസം ഒരു 500 പേരായി, 5-ാം ദിവസം ഒരു 600 പേരായി, പിന്നത്തെ ഞായറാഴ്ച ഒരു 5000 പേര്. ഇത് എവിടെ നിന്നാണ് ഈ ആൾക്കാർ വന്നതും? പിന്നെ ഇതിങ്ങാട് അന്നൊന്നും മീഡിയക്കൊന്നും ആരുമില്ല. അതിന് ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട് ABC-നോട്. കാരണം ഒരു 3-4 പേരാണ് ഞങ്ങളുടെ മറുനാടൻ, ABC, അങ്ങനെ 3-4 ആൾക്കാരായിരുന്നു ഞങ്ങളെ കുറിച്ച്. വേറെ ആരും സംസാരിക്കുന്നില്ല. പിന്നീട് സോഷ്യൽ മീഡിയ ഇത് അങ്ങോട്ട് ഏറ്റെടുത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഞാനിപ്പോൾ ഒരു മാതാവിൻ്റെ നടയിൽ നിന്നിട്ടാണ്. ശരിക്കും ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. ഞങ്ങൾ പിന്നെ അറിയില്ല, ഞങ്ങളുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്നിരുന്ന വെച്ചാൽ സമരത്തിൻ്റെ ഒരു ഗ്രാഫ് വിതിൻ ഒരു കപ്പിൾ ഓഫ് വീക്സ് ഞങ്ങൾ വി ബിക്കെയിം നാഷണൽ ആ ലെവലിലേക്കായി. പിന്നീട് ആണ് ഞങ്ങൾ ഈ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം പൊതുവെ ക്രിസ്ത്യൻ സഭകള് BJP ആയിട്ടൊന്നും അടുത്ത അങ്ങനെ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരാൻ BJP തന്നെ വേണ്ടി വന്നത് അത് വേൾഡില് എനിക്ക് തോന്നുന്നു ഇതൊരു മിറക്കിളാണ്. ലോകത്ത് പലതും നടക്കുന്നത് വേറെ ഒരു സ്ഥലത്ത് ഒരു മിറക്കിളായിട്ട് വന്നിട്ട് ഒരു അത്ഭുതം. ഇവിടെ നടന്ന ഒരു അത്ഭുതം ഇപ്പൊ ഇന്ന് ഇന്ത്യയിലെ സഭനെ തന്നെ മാറി ചിന്തിക്കാനായിട്ടൊരു, കാരണം ഞങ്ങളുടെ മുനമ്പം ഈ ഒരു 1-ാം വാർഡിലെ 610 ഫാമിലീസ്, ഞങ്ങള് ഇന്ത്യയിലൊരു നിയമം കൊണ്ടുവരാനായിട്ട് ഈ ഒരു സാധാ മത്സ്യത്തൊഴിലാളികൾക്ക് സാധിച്ചെന്ന് പറയുന്നത് ചെറിയ സംഭവമൊന്നുമല്ല. കേരളത്തിലെ BJPക്ക് ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളുടെ ഒപ്പം ക്രിസ്തീയ സഭകൾ, കേരളത്തിലെ ക്രിസ്തീയ സഭകളും ഇന്ത്യയിലെ മൊത്തം കത്തോലിക്ക സഭകളും കൂടെ BJPയുടെ കൂടെ ഇനി മാറുമല്ലേ ചെയ്യുന്നത്? ഞാൻ ഈ സമരപ്പന്തലിൽ ഇരുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയണേ, ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും സജീവ കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇവരെല്ലാവരും ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കോട്ടയത്ത് 50 പേരോളം മാറിയിട്ടുണ്ട്. 50 പേരെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ എടുത്തൊരു തീരുമാനമാണ്. 50 പേരല്ല, അത് ശരിക്കും ഒരു 50 കുടുംബങ്ങളാണെന്ന് ആലോചിക്കണം. അവന്നുള്ള into 4 minimum 4 people are there. So it's almost 200. അതാണ് 50 കുടുംബങ്ങൾ മാറിയിട്ടുണ്ട് ഇന്ന് രാവിലെ. ബാലൻസ് ഒരു 610 ഫാമിലീസിലൊരു വേണമെങ്കിൽ ഒരു 2-3 ഫാമിലീസിൽ കുറച്ച് അന്തംഗമ്മികൾ ഉണ്ടാകാം. അവരൊഴിച്ച് ബാക്കി എല്ലാവരും ഇപ്പൊ നമ്മൾ ആ പന്തലിൽ ചെന്നപ്പോ ആ അമ്മിച്ച് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഞങ്ങളുടെ പേര് കൊടുക്കാൻ എന്നാണ് ചോദിച്ചത്. ഇനി നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ സ്വത്തുക്കൾ വീണ്ടെടുത്ത് തന്നവന്റെ കൂടെ നിൽക്കുവോ, അല്ലാതെ കൊണ്ടുപോകാൻ സഹായിച്ചവന്റെ കൂടെ നിൽക്കുവോ? ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് എംപിമാര് കൂടുതലും ക്രിസ്ത്യൻസ് ആയിരുന്നു. എന്നിട്ട് അവര് ശരിക്ക് ചതിക്കുവല്ലേ? അവര് ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരെ നയിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. അത് നമ്മൾക്ക് എല്ലാവരും അറിയാം. ഞാൻ ആ ശക്തിനെ കുറിച്ച് പറയണ്ടല്ലോ. അവരൊരു ഒരു കടിഞ്ഞാണില് കോർക്കപ്പെട്ട ആ ഒരു റിമോട്ടിൽ നടക്കുന്ന ഒരാൾക്കാരാണ്. അവർക്ക് പേഴ്സണലി ഗട്ട്സോടെ പറയാനുള്ള ഫ്രീഡം അവർക്കില്ല. അവർ പറയുമ്പോൾ ഞങ്ങൾ ഇതാണെങ്കിൽ അവർ ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഈ രാഷ്ട്രീയം എന്താണെന്നും ഞാനൊരു പ്രവാസിയാണ്, എനിക്ക് എന്താണെന്ന് പോലും സംസാരിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എങ്ങനെയാണ് ഈ പലതരത്തിൽ രാഷ്ട്രീയങ്ങൾ എങ്ങനെ വരുന്നത്. ഞങ്ങൾക്ക് ഈ സമരപ്പന്തൽ ഈ പള്ളി മുറ്റത്തായത് കാരണം, പിന്നെ ഞങ്ങളുടെ ഇവര് എല്ലാവരും കണ്ടത് ഒരു സാധാ മത്സ്യത്തൊഴിലാളികള്, ദേ ഡോണ്ട് നോ എനിത്തിങ്, വി ക്യാൻ ഈസിലി ചീറ്റ് ദം എന്നുള്ള ഒരു മെന്റാലിറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവന്മാരൊക്കെ വിറ്റ കാശ് ഞങ്ങളുടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നറിയില്ല. ഇന്ന് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ഒരു സമരപ്പന്തലിൽ ആർക്കെങ്കിലും കയറണമെങ്കിൽ ഒരു 2 വട്ടം ആലോചിക്കാണ്ട് അവർക്ക് ഈ സമരപ്പന്തലിലേക്ക് വരാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ നിങ്ങൾ ഈ 610 ഫാമിലിയിൽ ഒരു 40% ആൾക്കാർ അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയാം, അങ്ങനെ പറയാം. പിന്നെ പുതിയ തലമുറ ഓൾമോസ്റ്റ് എവറിബഡി നോസ്. ബാലൻസ് ആർക്കും അറിയില്ല അങ്ങനെ. പക്ഷെ നിങ്ങൾ അവരോട് ഈ വഖഫിനെ കുറിച്ചൊന്ന് സംസാരിച്ചു നോക്കിയ വഖഫിന്റെ വകുപ്പുകൾ ഇപ്പൊ ഈ ഹൈബീഡൻ പറഞ്ഞല്ല, ഹൈബീഡിന് ക്ലാസ് എടുക്കാൻ ഞങ്ങൾക്ക് വേറെ ആരെയും ആവശ്യം, ഞങ്ങളുടെ പിള്ളേരില്ല, ഒരു 6 to 7 years old കിഡ്സ് ഇല്ലേ, അവരുടെ കൂടെ ഇരുത്തി കൊടുത്താൽ മതി. അവർ പറഞ്ഞു കൊടുക്കുക ഹൈബീഡിന് ഈസ് ഓൺലി ഫിറ്റ് ഫോർ ദാറ്റ് കോഴ്സ്. കാരണം ആ ഒരു ലെവലിൽ ഇപ്പം ഞങ്ങളുടെ കാരണന്മാരുടെ ലെവലിലേക്ക് വരാനുള്ള കേഡറിലേക്ക് ഹൈബീഡിനായിട്ടില്ല. ബിക്കോസ് ദേ നോ സോ മച്ച് അബൌട്ട് ഇറ്റ്. ഹൈബിക്ക് ഒരിക്കലും മുനമ്പം എന്ന് പറയുന്ന ഹൈബീഡ് ഒരു ആവശ്യമുള്ള സാധനമായിട്ട് തോന്നിയിട്ടില്ല ജനങ്ങൾക്ക് വേണ്ടി. അത് ഞാൻ പറഞ്ഞില്ല, ഹൈബിക്ക് ഞാനിപ്പോ മനസ്സിലാക്കിയത് ഹൈബിയുടേതായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയല്ല. ഹൈബി മറ്റാരോ പറയുന്നത് കേട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് ഞാൻ തന്നെ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ടാവും, അദ്ദേഹം എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പോയപ്പോൾ
ഇത്രയും ക്രൂഷ്യലായിട്ടൊരു സംഭവം നടക്കുമ്പോൾ സിനിമ എന്താണെന്ന് 4 ദിവസം കഴിഞ്ഞ് സിനിമയുടെ വഴിക്കും അദ്ദേഹം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. അപ്പം ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം എമ്പുരാന് വേണ്ടി സംസാരിക്കാൻ പോയപ്പോൾ ഞങ്ങൾ തമ്പുരാനോട് സംസാരിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.